കമ്പസ്റ്റൻ പ്രൊഡക്ട്സ് എൻഡ് ഓഫ് ദ സെക്കൻഡ് സ്ട്രോക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പം ഫ്രഷ് ചാർജ് വെച്ചിട്ട് നേരത്തെ കമ്പസ്റ്റ് ചെയ്ത് കിടക്കുന്ന പ്രൊഡക്റ്റിനെ വെളിയിലേക്ക് തള്ളുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്പസ്റ്റൻ. Okay, with the help of fresh charge, we are removing the end product of combustion in two-stroke engines, and this is known as scavenging. ഇതാണ് scavenging എന്ന് പറയുന്നത്. For scavenging purpose, we are using a special type of piston in engines, and the name of that piston is the dome type piston. Dome type piston. Okay, so ഇതാണ് scavenging എന്ന് പറയുന്നത്. Then four-stroke engine has mainly four strokes. Four-stroke engine has either diesel or petrol. The four-stroke engine has mainly four strokes. First one is suction stroke, compression stroke, then power stroke, exhaust stroke, power or working stroke അല്ലെങ്കിൽ exhaust stroke. Then power or working stroke and exhaust stroke. ഇങ്ങനെ 4 സ്ട്രോക്കുകളാണ് ഉള്ളത്. സോ ഈ പെട്രോൾ എഞ്ചിനാണേലും ഡീസൽ എഞ്ചിനാണേലും ഡീസൽ സ്ട്രോക്കുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇനി പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ നമുക്കതിനെ സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ എന്ന് വിളിക്കാം. സ്പാർക്ക് ഇഗ്നീഷ്യൻ എഞ്ചിൻ അതായത് മറ്റൊന്നുമല്ല, നമ്മൾ എഞ്ചിനിലേക്ക് എടുക്കുന്ന ഇപ്പം സക്ഷൻ സ്ട്രോക്കിൽ എടുക്കുന്നത് എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കും നമുക്ക് സക്ഷൻ സ്ട്രോക്കിലേക്ക് നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഉള്ളി എയർ മാത്രമായിരിക്കും സക്ഷൻ സ്ട്രോക്കിൽ നമ്മൾ എടുക്കുന്നത്. ഇതാണ് പെട്രോൾ എഞ്ചിന്റെ ഡീസൽ എഞ്ചിന്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 9-16 ഉള്ളത്. ഓക്കെ, അടുത്തത് 16-22 ആയിരിക്കും ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ. ഇതാണ് തമ്മിലുള്ള രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഈ പെട്രോൾ എഞ്ചിനിൽ നമ്മൾ എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യുന്നതിനും അതിനെ കറക്റ്റ് ഫൈൻ സ്പ്രേ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കമ്പോണന്റ് പേരാണ് കാർബുറേറ്റർ. ഓക്കെ, പിന്നെ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഫ്യൂവൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. നമുക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് ഇൻ ഡീസൽ എഞ്ചിൻ. ഓക്കെ, ഇൻ പെട്രോൾ എഞ്ചിൻ ദ എയർ ആൻഡ് ഫ്യൂവൽ ഈസ് മിക്സ്ഡ് ഇൻ എ part known as the carburetor, and the main function of the carburetor are mixing of air and fuel, and another one is it atomizes and vaporizes the fuel, and these are the two functions of a carburetor. ഇനി നിങ്ങളോട് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും മെയിൻലി സംഭവിക്കുന്നത്, പെട്രോൾ എഞ്ചിനിലെ സെക്കൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. രണ്ടിലും 4 സ്ട്രോക്ക് കേസാണ് ഞാൻ പറയുന്നത്. ആ 4 സ്ട്രോക്ക് എഞ്ചിനിലെ കംപ്രഷൻ സ്ട്രോക്കിൽ പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ അറ്റ് ദ എൻഡ് അതിന്റെ മേളിൽ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. ആ സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യും. അങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന വലിയ എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാവും. ആ എക്സ്പ്ലോഷന്റെ ഫലമായിട്ട് പിസ്റ്റൺ നേരെ മേളിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് വളരെ വലിയൊരു സ്പീഡിലേക്ക് താഴേക്ക് വരുന്നു. ഓക്കെ, അന്നേരത്തേക്ക് അവിടെയുള്ള അതിന്റെ പ്രോഡക്ട്സിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇത് വളരെ നല്ല സ്പീഡിൽ താഴത്തേക്ക് ഇങ്ങനെ വളരെ സ്പീഡിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ സ്ട്രോക്കിനെ താഴേക്ക്, ഈ എക്സ്പ്ലോഷൻ മൂലം താഴേക്ക് വരുന്ന ആ സ്ട്രോക്കിനെയാണ് നമ്മൾ എപ്പോഴും പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്നും ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്നും കണ്ടിട്ടുണ്ട്. അതായത് അതിന്റെ ഉള്ളിലുള്ള എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ആ കമ്പസ്റ്റന്റെ ഫലമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്നും വിളിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് ആണ്. അതായത് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ്. ആ സമയത്ത് ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഇനി നിങ്ങളോട് ചോദിക്കാം, ഒരു പെട്രോൾ എഞ്ചിനിൽ ഡീസൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന്, ഒരു ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. അവിടെ നിങ്ങളുടെ ആൻസർ ഇതായിരിക്കണം, അവിടെ ഹൈ നോക്കിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഈ കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിനെ കംപ്രസ് ചെയ്ത് ഫ്യൂവൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ CI എഞ്ചിൻ, അതായത് ഡീസൽ എഞ്ചിനിൽ ഹൈ കംപ്രഷൻ റേഷ്യോയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ്. ഓക്കെ,
അതുപോലെ തന്നെ ഈ പെട്രോൾ എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിട്ടുള്ള ഫ്യൂവൽ ആണ്. അതായത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോവുകയും ചെയ്യും. കംപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറി വരെ ഉണ്ടാകാനുള്ള കാരണമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പെട്രോൾ ബോംബുകളെ പറ്റിയൊക്കെ. എന്തുകൊണ്ടാണ് ഡീസൽ ബോംബ് യൂസ് ചെയ്യാത്തത്? പെട്രോൾ ബോംബ് ആണെങ്കിൽ അത് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. ഈ പെട്രോളിനുണ്ട്. അതുകൊണ്ടാണ് ഈ പല ആക്രമണങ്ങളിലും പലരും ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഈ പെട്രോൾ ഉപയോഗിക്കാനുള്ള കാരണം. എന്നാൽ ഡീസൽ അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് വോളറ്റൈൽ. അത് പെട്ടെന്ന് കത്തത്തില്ല. ആവിയായിട്ട് പോകത്തില്ല. ഓക്കെ. അപ്പം ഈ ഡീസലിനെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത് പെട്രോൾ തന്നെയാണ്. അപ്പം ഈ ഡീസൽ എഞ്ചിനിൽ നമ്മൾ കൊണ്ടുപോയി പെട്രോൾ കൊണ്ടുപോയി ഒഴിക്കുകയാണെന്ന് വിചാരിച്ചു. എങ്കിൽ അവിടെ നമ്മുടെ എഞ്ചിന്റെ അകത്ത് ഒരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ ഒരു വലിയ നോക്ക് ഉണ്ടാകാൻ കാരണമുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഉം, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. പെട്രോൾ എഞ്ചിനിൽ ഡീസൽ എഞ്ചിനിൽ പെട്രോൾ യൂസ് ചെയ്താലത്തെ പ്രശ്നം എന്താന്ന്? ആദർശ് ഉണ്ടോ അവിടെ? ആദർശ് ഇല്ല. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇത് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ജനറൽ ആയിട്ട് ഞാൻ വർക്കിംഗ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം. ഇനി അടുത്തതായിട്ട് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ വർക്കിംഗ് പഠിച്ചിരിക്കണം. ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഇത് പഠിച്ചിരിക്കണം. ഇനി അടുത്തതായിട്ട് 2 സൈക്കിൾ 3 സൈക്കിളുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഒന്ന് കാർനോട്ട് സൈക്കിള്, ദെൻ രണ്ടാമത്തേത് ഡീസൽ സൈക്കിള്, മൂന്നാമത്തേത് ഓട്ടോ സൈക്കിള്. എല്ലാ പെട്രോൾ എഞ്ചിൻസും വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് എല്ലാ പെട്രോൾ എഞ്ചിൻസും വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് എന്ത്? നമ്മുടെ ഓട്ടോ സൈക്കിൾ. എല്ലാ പെട്രോൾ എഞ്ചിനും വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിനെ നമുക്ക് മറ്റൊരു പേരിലും അറിയപ്പെടും. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും ഇതിനെ നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇവിടെ ഹീറ്റ് അഡീഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ ഈസ് ഹാപ്പൻഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. We can say that it is a constant volume cycle. It is a constant volume cycle. Okay. Then heat addition and heat rejection will be happened at a constant volume. So we can say that it is a constant volume cycle. Then അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻസ് എല്ലാ ഡീസൽ എഞ്ചിൻസും വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഡീസൽ സൈക്കിൾ. എല്ലാ ഡീസൽ എഞ്ചിൻസും വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഡീസൽ സൈക്കിൾ. ഈ ഡീസൽ സൈക്കിളിനെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും വിളിക്കാം. ഇവിടെ ഹീറ്റ് അഡീഷൻ കോൺസ്റ്റന്റ് പ്രഷറിലും ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലും ആണ്. സോ ഇതാണ് നിങ്ങൾ ആ 2 സൈക്കിൾസിനെ പറ്റി. പിന്നെയുള്ള കാർനോട്ട് സൈക്കിൾ ഇറ്റ്സ് ആൻ ഐഡിയൽ സൈക്കിൾ ആണിത്. അതായത് 100% എഫിഷ്യൻസി തരുന്ന ഒരു സൈക്കിൾ ആയിരിക്കും ഈ കാർനോട്ട് സൈക്കിൾ. സോ ഒറിജിനൽ ആയിട്ട് അതിനൊരു ആപ്ലിക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള സൈക്കിൾസ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ ആയിട്ട് കാർനോട്ട് എഞ്ചിനിലെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഞ്ചിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എഞ്ചിൻസ് അതിന്റെ സൈക്കിൾസ്. സോ ഇനി അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽ സിസ്റ്റം, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ദെൻ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? കൂളിംഗ് സിസ്റ്റം. ഈ 3 സിസ്റ്റത്തിന് എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്ന ഈ 3 സിസ്റ്റത്തെ പറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം കൂളിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്ന് പറയാൻ പറ്റും. എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, തെർമോസിഫൺ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നാച്ചുറൽ സിസ്റ്റം ഉണ്ട്, അടുത്തത് ഫോഴ്സ്ഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെയുള്ള വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ വരുന്നത്. സോ ഇതിന്റെ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇതിന്റെ എല്ലാം നോട്ട്സ് കിട്ടിയിട്ടുണ്ടോ? ഇതിന്റെ എല്ലാം നോട്ട്സ് കിട്ടിയിട്ടുണ്ടോ? ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ? ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോട്ട്സ് അവൈലബിൾ ആണോ? അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, സന്ദീപ് സാർ നിങ്ങൾക്ക് മറ്റേ ഈ ബേസിക് സൈക്കിളിന്റെ പ്രോബ്ലംസ് വല്ലതും തന്നിട്ടുണ്ടോ? ബേസിക് സൈക്കിൾസിന്റെ വല്ല പ്രോബ്ലംസും തന്നിട്ടുണ്ടോ? ഓട്ടോ സൈക്കിളിന്റെയോ ഡീസൽ സൈക്കിളിന്റെയോ കാർനോട്ട് സൈക്കിളിന്റെ പ്രോബ്ലംസ് വല്ലതും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്ലീസ് റിപ്ലൈ. പ്ലീസ് റിപ്ലൈ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നോ? പ്രോബ്ലംസ് തന്നിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രോബ്ലംസ് എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കും.
പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ പ്രോബ്ലംസ് ഷെയർ ചെയ്ത് തരാം. ഞാൻ മെക്കാനിക്കലിൽ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലംസ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് തരാം. ഒരു മിനിറ്റ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന സെക്കൻഡ് മൊഡ്യൂളിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പമ്പിനെയും ടർബൈനെയും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സോ അത് ഞാനിപ്പം ഏകദേശം നമ്മുടെ മൊഡ്യൂൾ തീരാറായി. അടുത്ത ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യമേ അത് എടുത്തു തന്ന ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയുള്ളൂ. പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോവുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു റിവിഷനോടെ വേണമെങ്കിൽ, ഈ സബ്ജക്റ്റിൽ ഒരു റിവിഷനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു തരുന്നതായിരിക്കും. ഞാനതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്ന് പറഞ്ഞു തന്നാലോ, ഇതിന്റെ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ, ഡിസ്കസ് ചെയ്താലോ? റെഡിയാണോ? So I'm sharing my screen with you. സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ? Is it visible? Yes, sir. Is it visible? Visible. Okay. Okay. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് കാണാനായിട്ട്. നോക്കിക്കൊള്ളുക. The first question: an engine working on auto cycle has a cylinder of 160 millimeter and a stroke of cylinder bore എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Cylinder of 160 millimeter, cylinder diameter ആണ്, bore diameter ആണ് 160 millimeter and a stroke of 225. The clearance volume is 135 1.35 into 10 raised to minus 3 meter cube. Find the air standard efficiency of this engine. Take gamma is equal to, where gamma is the adiabatic index and that gamma is equal to 1.4. Okay, here the diameter is 160 millimeter, so that is equal to 0.16 meter, and the length of the cylinder L is equal to 225 millimeter, so that is equal to 0.225 meter. Then clearance volume is given, then gamma adiabatic index is here. So first of all, here we need to calculate the compression ratio. Compression ratio is the total volume by the clearance volume. The total volume is the clearance volume plus stroke or sept volume. എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം, എന്താണ് ക്ലിയറൻസ് വോളിയം, നമുക്കൊന്ന് നോക്കാം. ഇതൊരു എഞ്ചിൻ സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതിന്റെ ഈ പോയിന്റിനെ നമുക്ക് ഇതിന്റെ BDC എന്ന് വിളിക്കാം, ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കാം, BDC. ദെൻ ഇതിനെ നമുക്ക് ഇതിന്റെ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കാം. അതായത് പിസ്റ്റൺ ഇവിടം വരെ മാത്രമേ വരികയുള്ളൂ. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ നോക്കിയ ഈ സിലിണ്ടറിന്റെ അകത്ത് ഇങ്ങോട്ട് ഈ സാധനം നോക്കണ്ട, ഇപ്പുറത്തെ സൈഡിൽ വോളിയം എന്തായിട്ട് കിടക്കുന്നുണ്ട്, കുറവായിട്ട് കിടക്കുന്നുണ്ട്. സോ ഈ വോളിയത്തിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം അഥവാ VC എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് സ്വെപ്റ്റ് വോളിയം? സെപ്റ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ TDC ടു BDCയിലുള്ള അതിലുള്ള വോളിയത്തിനെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം VS എന്ന് വിളിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? സ്വെപ്റ്റ് വോളിയം, അപ്പം ഇതിന്റെ ടോട്ടൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറയും. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ദ ക്ലിയറൻസ് വോളിയം ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താ കൺസെപ്റ്റ്? ഇതിന്റെ കാര്യം ക്ലിയർ ആയോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. കാരണം ഞാൻ വീണ്ടും ഇപ്പുറത്തേക്ക് ഈ സ്ക്രീനിലേക്ക് പറയുന്ന കാര്യങ്ങൾ മാറിപ്പോകും. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിലും എന്താണ് സെപ്റ്റം എന്നുള്ള ഐഡിയ ക്ലിയർ ആയ എന്താ ക്ലിയർ ഇല്ലെങ്കിൽ പറയാം, ഇത് കറക്റ്റ് പഠിച്ചിട്ട് പോയി നമുക്ക് എന്താണ് സമയമുണ്ട്. ക്ലിയർ? സാർ വോയിസ് കുറച്ച് ലാഗ് ഉണ്ട്. ഓക്കെ, അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ക്ലിയറൻസ് വോളിയം എന്താണ്, സെപ്റ്റ് വോളിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ എഞ്ചിൻ സിലിണ്ടർ ഏറ്റവും ബോട്ടം സെന്റർ എന്നും ഏറ്റവും മേളിലുള്ള പോർഷനെ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് വിളിക്കാം. സോ ഇവിടെ നോക്കി, ഇവിടെ ഒരു കുറച്ച് ഏരിയ ഇവിടെ ഒരിക്കലും പിസ്റ്റൺ എത്തിപ്പെടത്തില്ല. അപ്പോൾ ഒരു ചെറിയ ക്ലിയറൻസ് പോലെ ഇവിടെ കിടക്കും. സോ ദിസ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിയറൻസ് വോളിയം VC എന്ന് പറയുന്നത്. ദെൻ എന്താണ് സെപ്റ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടോപ്പ് ഡെഡ് സെന്റർ തൊട്ട് ബോട്ടം ഡെഡ് സെന്റർ വരെയുള്ള ഈ വോളിയം ഉണ്ടല്ലോ, ഈ വോളിയത്തെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. നമുക്ക് കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കാം. ഓൾറെഡി ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്. സ്വെപ്റ്റ് വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ആണ്. ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു 0.225 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു d². ഓക്കെ, ഈസ് π/4 ഇൻറ്റു 0.16² ഇൻറ്റു 2.225. ദാറ്റ് ഈസ് 4.52 ഇൻറ്റു 10⁻³ meter cube. So compression ratio is the total volume, that is clearance volume plus the swept volume divided by the clearance volume. So the compression ratio is 4.4. So efficiency of the Otto cycle, efficiency Otto is equal to 1 minus 1 by R raised to gamma minus 1, where R is the compression ratio. Okay, adiabatic index is already given. So 447, that is 44%. So this is the efficiency of this Otto cycle. Okay, is it clear? ഈ question clear ആയല്ലോ അല്ലേ? ഈ question ആയല്ലോ? First question. The combustion ratio of an Otto cycle engine is 8:1. That is, the compression ratio is equal to 8. The temperature and pressure at the beginning of compression are 90 degree and 0.95 bar. Maximum in the determine temperature and pressure at salient points of the cycle and air standard efficiency. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ ഡേറ്റാസ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ആദ്യമേ നമുക്ക് തന്നേക്കുന്ന കംപ്രഷൻ നടക്കുന്നത്, ഇതാണ് ഓട്ടോ സൈക്കിള്. ഇവിടെ കംപ്രഷൻ നടക്കുന്നത് എവിടേക്കാന്ന് നോക്കുക. 1 to 2, അതുപോലെ തന്നെ 3 to 4 എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ദ എക്സ്പാൻഷൻ റേഷ്യോ. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ, ഇനി കംപ്രഷൻ റേഷ്യോ നമ്മൾ സ്ട്രോക്ക് വോളിയത്തിന്റെയും ക്ലിയറൻസ് വോളിയത്തിന്റെയും ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് രണ്ടാമത് ഒരു എക്സ്പ്രഷൻ കൂടെ ഇതിനുണ്ട്. അതായത് at the end of compression by volume at the beginning of compression. So volume at the end of compression എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ വോളിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത് 1 ആണ്. സോറി, തിരിഞ്ഞുപോയി. വോളിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ ബൈ വോളിയം അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ, അതിനെ നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കാം. വോളിയം അറ്റ് ബിഗിനിങ് ഓഫ് കംപ്രഷൻ ബൈ വോളിയം അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ കംപ്രഷൻ റേഷ്യോ.
volume at the beginning of compression, volume at the end of compression. That is V1 divided by V2. നോക്കിയേ, ഇവിടെ V1 ഇക്വൽ തന്നെയല്ലേ V4, അതുപോലെ തന്നെ V2 ഇക്വൽ തന്നെയല്ലേ, സോറി, V1 ഇക്വൽ തന്നെയാണ് V4, അതുപോലെ തന്നെ V2 ഇക്വലന്റ് തന്നെയാണ് V3. സോ നമുക്ക് കംപ്രഷൻ റേഷ്യോ R is equal to V1 by V2 is equal to V2 by V3. That is equal to 8 എന്ന് എഴുതാം. Then നമ്മളോട് തന്നിട്ടുണ്ട് the pressure and temperature at the beginning of compression are 90 degree and 0.95 bar. So ഫസ്റ്റ് ടെമ്പറേച്ചർ, ഫസ്റ്റ് പോയിന്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക, പ്ലസ് 90 പ്ലസ് 273 ചെയ്യുക. സോ 363 is the answer. Then pressure at the end, sorry, the maximum pressure is on the cylinder is 38 bar. മാക്സിമം പ്രഷർ ഇവിടെ നോക്കി, ഈ ലൈനാണ് പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പി വി ഡയഗ്രത്തിൽ ഈ ലൈനാണ് പ്രഷർ. ഏത് പോയിന്റിലാണ് മാക്സ് പ്രഷർ നമുക്ക് നോക്കാം. P1-ലാണോ, P2-ലാണോ, P3-ലാണോ? ഇവിടെ നോക്കി, ഒന്നാമത്തെ പോയിന്റ് പ്രഷർ താഴെയാണ്, നാലാമത്തെ പോയിന്റ് ആണ് അതിന് മേളിൽ കിടക്കുന്നത്, രണ്ടാമത്തെ പോയിന്റ് അതിന് മേളിൽ. ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് എവിടെയാണ്, ഏത് അവസ്ഥയിലാണ്? മൂന്നാമത്തെ പോയിന്റിലാണ്. സോ അതുകൊണ്ട് നമുക്ക് എടുത്തെഴുതാം P3 is equal to, നിങ്ങൾ ആദ്യമേ ഇതിന്റെ പി വിയും ടി എസ് ഡയഗ്രാം വരയ്ക്കണം, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ പ്രോബ്ലം ചെയ്യാനൊരു ഐഡിയ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതിലെ പ്രഷർ എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് ഈ തേർഡ് പോയിന്റിലാണ്. സോ P3 നമുക്ക് ഇവിടെ എഴുതാം. P3 is equal to 38 bar. സോ ആദ്യം നമുക്ക് പ്രോസസ് 1 to 2. The 1 to 2 is adiabatic or isentropic compression process. ഇവിടെ നമുക്ക് ഒരു ടെമ്പറേച്ചറിന്റെയും വെലോസിറ്റിയുടെയും തമ്മിലുള്ള റിലേഷൻ, that is highest temperature lowest temperature, highest temperature by lowest. ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ടെമ്പറേച്ചറും അതുപോലെ തന്നെ വോളിയം തമ്മിലുള്ള റിലേഷൻ ഓർത്താൽ മതി. ഹയസ്റ്റ് ബൈ ലോവസ്റ്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഹയസ്റ്റ് ബൈ ലോവസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ ബൈ കുറവ്. ഇവിടെ നോക്കി, ഈ 1 to 2 പ്രോസസ് എടുക്കുക. ഇവിടെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എത്രയാ? 1 to 2 ആണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ. സോ T2 ഹയസ്റ്റ് ടെമ്പറേച്ചർ ബൈ ലോവസ്റ്റ് ടെമ്പറേച്ചർ T1, T2 by 1. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഹയസ്റ്റ് വോളിയം ഏതാണ്? V1. ഇവിടെയാണ് വോളിയം കൂടുതൽ. V1 by V2 ലോവസ്റ്റ് വോളിയം റേസ് ടു ഗാമ മൈനസ് 1. ഈ റേസ് ടു ഗാമ മൈനസ് 1 മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുകയാണ്. അതായത് ഹയസ്റ്റ് ടെമ്പറേച്ചർ ബൈ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വോളിയം ബൈ ലോവസ്റ്റ് വോളിയം റേസ് ടു ഗാമ മൈനസ് 1. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ചെറിയ ട്രിക്കാണ്. ഈ ട്രിക്ക് മറക്കരുത്. അത് വെച്ച് നമുക്കത് എടുക്കാം. നോക്കി, ഇവിടെ നമുക്ക് ഹയസ്റ്റ് ടെമ്പറേച്ചർ തന്നിട്ടില്ല, പക്ഷേ ലോവസ്റ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇവിടെ V1 by V2 എന്ന് പറയുന്നത് എന്താണ്? V1 by V2 is the compression ratio. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് എടുത്തെഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് അഡേബാറ്റിക് ഇൻഡെക്സ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ അഡേബാറ്റിക് ഇൻഡെക്സ് തന്നിട്ടില്ല. തരാത്തപ്പോൾ നിങ്ങൾ 1.4 എടുത്തോളുക. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതുപോലെ where Cp is the specific heat at a constant pressure and Cv is the specific heat at a constant volume. Cp is the heat at a constant pressure and Cv is the specific heat at a constant volume. ഇനിയുള്ള റിലേഷൻ ഒന്ന് കാണാൻ പഠിക്കേണ്ട. ഇത് ഹയസ്റ്റ് ലോവസ്റ്റ് റേസ്റ്റ് ഗാമ മൈനസ് 1. ഇനി നിൽക്കേണ്ടത് P1 V1 റേസ് ടു ഗാമ is equal to P2 V2 റേസ് ടു
ഗാമ. ഇനി പിയും വിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത്. സോ P1 by P2 is equal to V2 by V1 the whole raised to gamma എടുത്ത് എഴുതാം. സോ അതുകൊണ്ട് P2 പ്രോസസ് 2 to 3. പ്രോസസ് 2 to 3. ഇവിടെ 2 to 3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ പ്രോസസ് നോക്കി, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ പ്രോസസ്സിൽ നോക്കിക്കൊള്ളുക. 2 to 3 P2 by കോൺസ്റ്റന്റ് വോളിയം ആണ്. അപ്പം നമുക്ക് PVT റിലേഷൻസ് നോക്കാം. എന്താ കോൺസ്റ്റന്റ് പ്രോസസ് നോക്കാം. PVT P1 V1 by P1 V1 by T1 is equal to P2 V2 by T2 എന്ന് നമുക്ക് എഴുതാം. കോൺസ്റ്റന്റ് വോളിയം ആണ് എന്താ സംഭവിക്കുന്നത്, ഈ രണ്ട് നമുക്ക് ക്യാൻസൽ പറ്റും. വോളിയം 1 V1 V2 ക്യാൻസൽ ആകാം. സോ P1 by T1 is equal to P2 by T2 എന്ന് എഴുതാം. P1 by T1 is equal to, ഇപ്പം ഇവിടുത്തെ ഫസ്റ്റ് പ്രോസസ് ഏതാണ്, ഇവിടുത്തെ ഫസ്റ്റ് പ്രോസസ് പറയുന്നത് 2 to 3 ആണ്. അപ്പം P2 by T2 is equal to P3 by T3 എന്ന് ഇതിനെ നമുക്ക് അതിൽ നിന്ന് T3 കണ്ടുപിടിക്കാം. P3 ഓൾറെഡി നമുക്കറിയാം. ദെൻ അടുത്ത പ്രോസസ് 3 to, അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് P3 ഇതിന്റെ വോളിയം P3 B4 ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓൺലി നമുക്ക് പ്രഷർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സെയിം റിലേഷൻ യൂസ് ചെയ്ത് ഇവിടെ ഇതെന്താണ്, പ്രോസസ് 3 to 4 ആണ്, അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ് ആണ്, റേസ് ടു ഗാമയാണ്. അതിൽ നിന്ന് P4 നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, T4 കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഫോർ പ്രോസസ് 1 ഏതാണ്, 1 ഏതാണ്, 4 to 1 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന് നമുക്കറിയാം, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന് P1 by T1 തന്നെ വരും. അത് തന്നെ താഴെ അപ്ലൈ ചെയ്യാം. P4 by T4 is equal to P1 by T1. ഓക്കെ, അത് 6 നമ്മൾ കണ്ടുപിടിക്കും. എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ പഴയത് തന്നെ. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതാണ് ഒരു ഓട്ടോ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ്. നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. അതൊരു ഡീസൽ സൈക്കിൾ ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പൊ ഞാൻ ഈ പ്രോബ്ലംസ് ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നമുക്ക് സമയം കിട്ടിയാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫീസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഒരു ദിവസം വിളിച്ചാൽ മതി. നമുക്ക് ക്ലാസ്സിൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഓഫ്ലൈനായിട്ട് കിട്ടുകയായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഗൂഗിൾ ക്ലാസ്സിൽ ഞാനില്ല. ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലിട്ട് തരാം. വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങളത് പഠിച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം ഇനി എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ നിങ്ങളുടെ കോമൺ ഗ്രൂപ്പിലേക്ക് ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലെ നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ലീവ് ചെയ്യാം. കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്